ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ SSC മലയാളിയുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ പ്യൂർലി ഫോർ RRB ക്ലാസ്സുകൾ കേട്ടോ. RRB ക്ലാസ്സുകൾക്ക് RRBൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ചാനൽ നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഒരു ചാനലുണ്ട് SSC മലയാളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ പ്യൂർലി SSC റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളും മാത്രമാണ് അതുവഴി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് RRB പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് 22-ാം തീയതി RRBൻ്റെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ തിങ്കളാഴ്ച 23-ാം തീയതി തിങ്കളാഴ്ച മുതലാണ്. അപ്പോൾ ആരെങ്കിലും ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ SSC മലയാളിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഇതുവഴി കയറിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് 99 രൂപയ്ക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ കോഴ്സിൽ നടക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ആയിട്ട് ഈ യൂട്യൂബ് ചാനൽ വഴി ലഭിക്കും. പിന്നെ പല ആൾക്കാരും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ SSC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാനലല്ലേ, പിന്നെ ഇതിന് RRB പരീക്ഷയ്ക്ക് തുടങ്ങിയെന്നുള്ള ചോദ്യമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, SSCൻ്റെ താഴെ വരുന്നൊരു പരീക്ഷയാണ് RRB. അതായത് SSCയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു പരീക്ഷയാണ് RRB പരീക്ഷ. നമുക്ക് RRB പരീക്ഷൻ്റെ കൂടെ SSC പരീക്ഷ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് RRBക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് SSC പരീക്ഷയ്ക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ SSC പഠിക്കുന്ന ഒരാൾക്ക്, SSC CGL പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക് RRB അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനാണ് എവിടെയും ചോദിക്കുന്നത്. ലെവൽ കുറച്ച് കുറഞ്ഞാലുള്ളൂ. SSCൻ്റെ മുകളിൽ ഒരിക്കലും എന്തില്ല RRBൻ്റെ പരീക്ഷയ്ക്ക് പോകാറില്ല. അപ്പോൾ നമുക്കറിയാം SSC CGL, അതായത് SSC പരീക്ഷ പഠിക്കുന്ന ഒരാൾ, SSCയുടെ 7ഓളം പരീക്ഷയുണ്ട്, അതിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ CGLന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ മതി നമ്മൾ പറയാറുണ്ട്. കാരണം അതിൻ്റെ താഴെ വരുന്നതാണ് ഇത് CHSL, MTS, GD, CPO, സ്റ്റെനോഗ്രാഫർ പോലത്തെ പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, MTS പരീക്ഷയ്ക്ക് മാത്സും റീസണിങ് ക്വാളിഫയിങ് നാച്ചുറാണ്. ഇംഗ്ലീഷിലല്ല, GKയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ പരീക്ഷയ്ക്ക് എടുത്താൽ നമുക്കറിയാം അവിടെ മാത്സ് ഇല്ല, റീസണിങ്ങും GKയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് RRB എടുത്താൽ അവിടെ ഇംഗ്ലീഷ് ഇല്ല, ബാക്കി മാത്സ്, റീസണിങ്, GK ഉണ്ട്. ഈ ഒരു വ്യത്യാസം മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിന് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. വെറും ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പോലും രണ്ടും ഒരേ ഏജൻസിയാണ് കേട്ടോ. കാരണം അപ്പോൾ അതായത് നമുക്ക് SSC CGLന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ CHSL, MTS, GD, CPO ഒക്കെ പഠിക്കാൻ പറ്റുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, RRB പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വരുന്ന NTPC പരീക്ഷേൻ്റെ വേക്കൻസി ആണ് 11,000 ആണ്. ഇതിനേക്കാളും വേക്കൻസി ഉണ്ട് CGL പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ 2 ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം എടുത്താണ് അതിൻ്റെ കൂടെ പോകരുത്. ഈ 2 ഓപ്പർച്യൂണിറ്റി കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ബാങ്ക് എക്സാം ഉണ്ട്, UPSC ഉണ്ട്, അതുപോലെ തന്നെ വേറെ പല പരീക്ഷയുണ്ട്, PSC പരീക്ഷയുണ്ട്. ഇതൊന്നും അങ്ങനെ നമുക്ക് RRB SSC പരീക്ഷൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പരീക്ഷകളല്ല. അത് രണ്ടും അതിൽ ഒരുപാട് എക്സ്ട്രാ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ SSCയും RRBയും ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ പരീക്ഷയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ചില ആളുകൾ പ്യൂർലി RRB മാത്രം നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് SSC പഠിക്കുന്ന കുട്ടികളുമായിട്ടാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. SSC പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും കുറച്ചൊരു ലെവൽ കൂടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുമായിട്ടാണ് നിങ്ങൾ വെറും പ്യൂർലി RRB മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പോയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ ആ ഒരു ലെവലിൽ പ്രിപ്പറേഷൻ നിൽക്കുന്ന ആളുകൾക്ക് RRBൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, കഴിഞ്ഞ RRB പരീക്ഷയ്ക്ക് ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നതാണ് പേഴ്സണലി. അതായത് SSC CGLന് വേണ്ടിയിട്ട് അവരെല്ലാം പ്രിപ്പയർ ചെയ്തു. അവർക്ക് എന്തോ ഭാഗ്യക്കേട് കൊണ്ട് SSC പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെല്ലാവരും ഒരുപാട് പേരെന്ത് ചെയ്തു, RRB സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ ALP, അങ്ങനത്തെ ഒരുപാട് പരീക്ഷകൾ RRBൻ്റെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇവരെല്ലാം പഠിച്ചത് SSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങൾ അങ്ങനത്തെ ആളുകളോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് SSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതിൻ്റെ കൂടെ RRBയും കൊണ്ടുപോകുക എന്നുള്ളത് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവിടുന്ന് തന്നെ വരുമോ, ഈ കോഴ്സ് മാത്രം മതിയോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ 3 മാസം എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏപ്രിലോ മെയ്യോ ആവാനാണ് സാധ്യത. നമ്മുടെ മുമ്പിൽ 3-3.5 മാസമാണ് സമയമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒരു പിടിവള്ളി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വള്ളി നമ്മൾ ഇട്ട് കൊടുക്കും, ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടാവും. ആ വള്ളി പിടിച്ച് മുകളിലോട്ട് കയറണോ അതോ ആ വള്ളി നോക്കി താഴെ തന്നെ ഇരിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്കുള്ള വള്ളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, 3.5 മാസം കൊണ്ട് മാത്സ്, ഇംഗ്ലീഷല്ല, മാത്സ്, റീസണിങ്, GK നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, Tier 1, Tier 2 ഒക്കെ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് പേരെ എൻ്റെ പേഴ്സണലി നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ ഈ അടുത്തൊന്നും വന്ന ആളല്ല, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത്, സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് മാത്രം, നമ്മുടെ ക്ലാസ്സുകൾ മാത്രം ഡെയിലി വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല, ബാക്കിയുള്ള സമയങ്ങൾ കളിച്ച് നടക്കുന്നു. അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ആ പിടിവള്ളി തരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ആ പിടിവള്ളി പിടിച്ച് കയറി മുകളിലോട്ട്, നിങ്ങളുടെ 6 മണി to 8 മണി ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി പിന്നെ 22 മണിക്കൂർ ഒരു ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ഉറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും ബാക്കിയുള്ള സമയങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ GK ഒക്കെ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി പോകാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. പക്ഷേ നമ്മുടെ ക്ലാസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ക്ലാസ് എന്നല്ല, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അവരുടെ ക്ലാസ്സുകൾ മാത്രം കണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ആകാൻ പറ്റുന്നത് നമ്മളും പറയുന്നില്ല, അവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല
കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുക മെയിനായിട്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി. വൈകുന്നേരം 7 മണിക്കാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ. പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നാളെ മുതൽ റെഗുലർ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അങ്ങോട്ട് ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഒരുപാട് RRB എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട്, കാരണം RRB ഇനി അങ്ങോട്ട് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം 30,000 വേക്കൻസികൾ ഇപ്പോൾ 11,000 ആയിട്ട് കുറച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും പരീക്ഷ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും ക്ലാസ്സുകളായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഇനിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ RRB ഡെഡിക്കേറ്റഡ് ആയി പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ വലിയ ചാനൽ SSC മലയാളി, അത് SSC പോലത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് SSC മലയാളി എന്ന ചാനലുണ്ട്. ഓൾറെഡി അതിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതല്ല നിങ്ങൾക്ക് ഒരു പെയ്ഡ് കോഴ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയാൽ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സുകളും ലഭിക്കും. അടുത്ത ജനുവരി മുതൽ SSC പരീക്ഷയ്ക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.